ശ്രീകൃഷ്ണായ നമ. ജ്യോതിഷമാർഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ശിവരാത്രി വ്രതത്തെ പറ്റിയാണ്. മഹാശിവരാത്രി, ശിവരാത്രിയുടെ ഐതിഹ്യം എന്താണ്, അതുപോലെ ശിവരാത്രി വ്രതം എന്തിനു വേണ്ടി എടുക്കുന്നു, അതായത് എന്തൊക്കെയാണ് ഗുണങ്ങൾ, നമുക്ക് എന്തൊക്കെ ഫലങ്ങളാണ് ലഭിക്കുക, അതുപോലെ എങ്ങനെയാണ് ഈ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത്, ഈ 3 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ശ്രീ മഹാദേവന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് മഹാശിവരാത്രി. മഹാശിവരാത്രിയുടെ ഐതിഹ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. അമൃതകലശം ലഭിക്കുന്നതിനായി ദേവന്മാരും അസുരന്മാരും വാസുകിയെ കടകോലാക്കി മന്ദരപർവ്വതത്തെ കടയുന്നതിനിടയ്ക്ക് വാസുകിയുടെ വായിൽ നിന്നും ഉഗ്രവിഷമായ കാളകൂടം വരുന്നത് കണ്ട് എല്ലാവരും ഭയന്നുപോയി. ദേവന്മാരും അസുരന്മാരും എല്ലാവരും ഇത് കണ്ട് ഭയന്ന് വിറച്ച് മഹാദേവനെ ശരണം പ്രാപിക്കുകയാണ് ഉണ്ടായത്. മഹാദേവനാകട്ടെ ഇത്രയും ഉഗ്രവിഷമുള്ള, അതായത് സർവ്വലോകങ്ങളെയും നശിപ്പിക്കാൻ ശക്തിയുള്ള അത്ര ഉഗ്ര വിഷമാണ് വാസുകിയുടെ വായിൽ നിന്നും വരുന്നത്. ആ വിഷം പാനം ചെയ്യുകയാണ് ഉണ്ടായത്. എന്നാൽ ഇത് കണ്ട് പാർവതീദേവി ഭയന്നു വിറച്ചു. പാർവതീദേവിക്ക് ആകെ ഭയമായി. അപ്പോൾ പാർവതീദേവി പെട്ടെന്ന് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഓടിച്ചെന്ന് തൻ്റെ ഭർത്താവിൻ്റെ കണ്ഠത്തിൽ മുറുക്കെ പിടിച്ചു. ആ വിഷം ഇറങ്ങാതിരിക്കുവാൻ വേണ്ടിയിട്ട് മുറുക്കെ പിടിക്കുകയാണ് ഉണ്ടായത്. ഇത് കണ്ട് മഹാവിഷ്ണു ആവട്ടെ മഹാദേവൻ്റെ വായ പൊത്തിപ്പിടിച്ചു, വിഷം പുറത്തേക്ക് പോകാതിരിക്കാനും. അപ്പോൾ ആ വിഷം മഹാദേവൻ്റെ കണ്ഠത്തിൽ ഉറച്ചുപോയി. അങ്ങനെ നീല നിറം കണ്ഠത്തിനുണ്ടായതിനു ശേഷം നമ്മൾ മഹാദേവനെ, ശ്രീ പരമശിവനെ നമ്മൾ നീലകണ്ഠൻ എന്നുകൂടി അദ്ദേഹത്തിന് പേര് വന്നു. അപ്പോൾ ഈ വിഷം പാനം ചെയ്ത മഹാദേവനെ ഒന്നും സംഭവിക്കാതിരിക്കാൻ പാർവതീദേവിയും ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് അന്ന് ഉറങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അന്ന് രാത്രി പാർവതീദേവിയും മറ്റു ദേവന്മാരും പരമശിവൻ്റെ ചുറ്റും ഇരുന്ന് നാമജപങ്ങളും കാര്യങ്ങളുമായിട്ട് ഇരുന്നതായിട്ടാണ് ഐതിഹ്യം. അത് ഒരു കഥ, അങ്ങനെയാണ് നമ്മൾ ശിവരാത്രിയെപ്പറ്റി അറിയുന്നത്. പിന്നെ മറ്റൊരു കഥയുമുണ്ട്, അതായത് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കഥ കൂടി ഐതിഹ്യത്തിൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് ഈ മഹാശിവരാത്രി വ്രതം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളാണ്, നമുക്ക് എന്തൊക്കെ ഫലങ്ങളാണ് കിട്ടുക എന്ന് നമുക്ക് നോക്കാം. നമ്മൾ മനുഷ്യരനുഭവിക്കുന്ന സകല ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും സങ്കടങ്ങൾക്കും അറുതി വരുത്തുവാനായിട്ട് ഈ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതോടുകൂടി സാധിക്കും. അതുപോലെ ആരോഗ്യത്തിന് വേണ്ടി, ആയുസ്സിന് വേണ്ടി, ദാമ്പത്യ വിജയത്തിന് വേണ്ടി, കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി, സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടി, എല്ലാത്തിനും നമുക്ക് ഈ വ്രതം അനുഷ്ഠിക്കുന്നത് ഫലം നൽകുന്നതായിരിക്കും. അതുപോലെ നമ്മൾ അറിഞ്ഞും അറിയാതെയും എത്ര പാപങ്ങൾ, എത്ര തെറ്റുകളും ചെയ്തിട്ടുണ്ടാവാം, അതിനെല്ലാത്തിനും പരിഹാരമായിട്ട് ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഈ വ്രതം എങ്ങനെ എടുക്കണം എന്നതും കൂടി നമുക്ക് ചുരുക്കത്തിൽ പറയാം. അതായത് ശിവരാത്രിയുടെ തലേ ദിവസം മത്സ്യമാംസാദികൾ ഉപയോഗിക്കാനേ പാടില്ല. ശിവരാത്രിയുടെ തലേ ദിവസം വൈകുന്നേരം കുളിച്ച് ശുദ്ധിയായിട്ട് ശിവക്ഷേത്രത്തിൽ പോയി തൊഴുക. അതിനി കഴിയാത്തവരാണെങ്കിലോ വീട്ടിൽ വിളക്ക് കൊളുത്തി മഹാദേവൻ്റെ നാമജപങ്ങൾ ചൊല്ലാം. ഇനി പിറ്റേ ദിവസം, അതായത് മഹാശിവരാത്രിയുടെ ആ ദിവസം രാവിലെ കുളിച്ച് ശുദ്ധിയായി ക്ഷേത്ര ദർശനം നടത്തി കൂവളമാല സമർപ്പിക്കാം. അതുപോലെ ഉപവാസം എങ്ങനെ നടത്തണം, ഉപവാസം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഓരോരുത്തരും സ്വയം തീരുമാനിക്കണം. കാരണം പലതരത്തിലുള്ള ഉപവാസം, പൂർണ്ണ ഉപവാസം, ഒരു ദിവസം മുഴുവനും ഉള്ള ഉപവാസം, അതുപോലെ ഒരിക്കൽ മാത്രം ഒരു ദിവസത്തിൽ ഒരു തവണ മാത്രം അരിയാഹാരം കഴിച്ചുകൊണ്ടുള്ള ഉപവാസമുണ്ട്. അതുപോലെ പഴങ്ങൾ മാത്രം കഴിച്ചിട്ടുള്ള ഉപവാസമുണ്ട്. അതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം ചെയ്യാൻ പാടുള്ളൂ. തീരെ ആരോഗ്യസ്ഥിതി ഇല്ലെങ്കിൽ അവർ ഉപവാസം നോക്കുക പോലും ആവശ്യമില്ല, നാമജപം മാത്രം ചെയ്താലും മതി. അപ്പോൾ അങ്ങനെ ശിവരാത്രിയുടെ ദിവസം ഉറങ്ങാതെ ശിവഭജനം, ശിവസഹസ്രനാമം തുടങ്ങിയ ജപങ്ങളിൽ മുഴുകി ഭക്തിയോടെ ഇരിക്കുക. പിറ്റേ ദിവസം രാവിലെ കുളിച്ച് ക്ഷേത്രത്തിൽ പോയി തീർത്ഥം സേവിച്ച് ഉപവാസം അവസാനിപ്പിക്കാം. ഇതാണ് മഹാശിവരാത്രിയെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ശ്രീകൃഷ്ണായ നമഃ.